വാർത്തയിലേക്ക് സ്വാഗതം. മലയാളി മാസ്റ്റേഴ്സ് സംസ്ഥാന കായികമേളയ്ക്ക് നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ തുടക്കമായി. 14 ജില്ലകളിൽ നിന്നുമായി 1200-ൽ പരം പുരുഷ വനിതാ കായിക താരങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുക്കും. വാർത്ത കാണാം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് 20ഓളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ. 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ, കട്ടപ്പന. അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം. ഒളിമ്പിക്സിലുള്ള എല്ലാ കായിക ഇനങ്ങളും ഈ മേളയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജോലി ലഭിച്ച ശേഷമോ 30 വയസ്സ് കഴിഞ്ഞ ശേഷമോ കായിക ജീവിതം അവസാനിപ്പിക്കുന്നവരാണ് മിക്കവരും. ഇവരെ കായിക രംഗത്തേക്ക് മടക്കിക്കൊണ്ടുവരുന്നതും വ്യായാമം ഒരു ശീലമാക്കി മാറ്റുന്നതും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ള കായികമേളകൾ സംഘടിപ്പിക്കുന്നത്. 84-കാരനായ പിറവം മുൻ MLA MJ ജേക്കബ്, 87-കാരനായ MS ജോസഫ് തുടങ്ങിയവർ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കായികമേള നല്ല രീതിയിൽ പുരോഗമിക്കുന്നതായി ഓർഗനൈസിംഗ് സെക്രട്ടറി ജോയി ആണിത്തോട്ടം പറഞ്ഞു. അനുസരിച്ച് തന്നെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള കായിക താരങ്ങൾ ഈ സമയത്ത് തന്നെ എത്തിച്ചേരുവാനായിട്ട് സാധിച്ചത് നമുക്ക് സമയത്ത് തന്നെ തുടങ്ങുന്നതിന് വളരെ സഹായകരമായി മാറിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് തന്നെ കൃത്യം 6:30 മത്സരങ്ങൾ ആരംഭിച്ചു. വളരെ സജീവമായി കായിക താരങ്ങളുടെ സാന്നിധ്യവും അവരുടെ മത്സരക്ഷമതയുമെല്ലാം 30 വയസ്സ് തൊട്ട് 90 വയസ്സ് വരെയുള്ള കായിക താരങ്ങൾ വളരെ ആവേശത്തോടെയാണ് ഈ മീറ്റിൽ പങ്കെടുക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത് 70, 80, 85 വയസ്സുള്ള നമ്മുടെ കായിക താരങ്ങൾ അവരുടെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒന്ന് കാണേണ്ടതാണ്. വരും തലമുറയ്ക്ക് തന്നെ ഇതൊരു പുതിയ തലമുറയ്ക്ക് തന്നെ ഇതൊരു മാതൃകയാണ്. സ്പോർട്സിനോടുള്ള അവരുടെ ഒരു കമ്മിറ്റ്മെന്റ്. ഏതാണ്ട് 1100 താരങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സമയബന്ധിതമായിട്ട് നമ്മുടെ മത്സരങ്ങൾ വളരെ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ദേശീയത 28 മുതൽ ഫെബ്രുവരി 1 വരെ തിരുവനന്തപുരത്താണ് നടക്കുന്നത്. ഉച്ചകഴിഞ്ഞ് 3-ന് എമ്മണി MLA മീറ്റ് ഉദ്ഘാടനം ചെയ്യും. കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ ജോയ് വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തും. ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് MN ഗോപി, രഞ്ജിത്ത് മാലിയിൽ, സിബിച്ചൻ തോമസ്, സെബാസ്റ്റ്യൻ തോമസ്, സണ്ണി വളവനാൽ, റോബിൻ ചക്കാല, റോബിൻ ജോർജ്, ബാബു പുളിക്കൽ, KN രാമചന്ദ്രൻ, സൈജു ചെറിയാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ്, നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങുന്ന മലയോരങ്ങളിൽ പുതിയ അക്ഷരപ്പുലരി. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ, കട്ടപ്പന. സലേഷ്യൻ വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന CBSE സീനിയർ സെക്കൻഡറി സ്കൂൾ. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നങ്ങൾക്കൊപ്പം മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്ന വിദ്യാലയം. പ്രസന്നമായ പഠനാന്തരീക്ഷം, ഹൈബ്രിഡ് ക്ലാസ് റൂമുകൾ, JEE, IIT, NEET എന്നീ പ്രവേശന പരീക്ഷകളുടെ പ്രത്യേക പരിശീലനം, ഹെൽത്ത് കിയോസ്ക്, ഫുട്ബോൾ ടർഫ്, ബാസ്കറ്റ്ബോൾ, ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ. 20ഓളം പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ. 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ, കട്ടപ്പന. അക്ഷരങ്ങൾക്കൊപ്പം ജീവിതത്തിന്റെ പാഠങ്ങൾ പകർന്നു നൽകുന്ന വിദ്യാലയം.